ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൾ മാസ്റ്റർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് +1 ഹിന്ദി ആൻസർ കീ ആയിട്ടാണ്. അപ്പം നമുക്ക് അതിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് കവിത ആണ്. കഹന നഹി ആത്ത ഏത് വിധയിലത്തെയാണ്, അതായത് ഏതാണ് അതിലത്തെ കവിതയാണോ അത് കഥയാണോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം അത് കവിതയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് അസ്ലംനെയാണ്. ഇത് ഒരു സ്റ്റോറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇത് നോക്കാവുന്നതാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആവും. അതേപോലെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി അതേപോലെ ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടത്, ഇത് ഈ ഒരു ആൻസർ കീ പോലെ ആയിരിക്കും. അതായത് ടീച്ചേഴ്സ് നിങ്ങളുടെ പേപ്പർ നോക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ രീതിയിലാണ് എഴുതേണ്ടതെന്ന് ഇംപ്രൂവ്മെൻറ്റ് എഴുതുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതും ഒരു സ്റ്റോറി ബേസ്ഡ് തന്നെ ആയിരുന്നു. അതിൻ്റെ ആൻസർ വരുന്നത് സഹേലി കെ സാത്ത്, ദുഃഖ് എന്ന് പറയുന്ന കഹാനിയിലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നാലാമത്തത് പത്തർ കി ബെഞ്ച് കവിതയിൽ നിന്നായിരുന്നു. ആൻസർ വരുന്നത് ബിസ്കുട്ട്. അഞ്ചാമത്തത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപരാധ് ആരുടെ കഥയാണ് എന്നുള്ളതായിരുന്നു. ഉദയ് പ്രകാശ് കി. സിക്സ്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയാണ് ചോദ്യം ഉണ്ടാക്കാൻ പറ്റുന്നത്. കോൺ രാത് കോ പക്കോട ബേച്ച് രഹാ ഹേ, ഗോമജെ വാല രാത് കോ ക്യാ ബേച്ച് രഹാ ഹേ. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് യാത്രീനെ സോച്ചാ കി ഉസ്കി ഹംദർദി കെ അഭാവ് മേ ഹി അസ്ലം കി മൃത്യു ഹുയി, ഇസ്ലിയെ വഹ് സിർ ചുക്കായി ചൽ രഹാത. ഇനി ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതണമെന്നില്ല. ആ ഒരു അർത്ഥം മനസ്സിലാക്കിയിട്ട് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി എട്ടാമത്തേൻ്റെ ആൻസർ വരുന്നത് ഇത് സിമ്പിളായിട്ടുള്ള ഒരു ഇതാണ്. ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഗരീബ് വിദ്യാർത്ഥി മദത് മാംഗനെ ആയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മധുറുദു കവിത തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസ്ഡ് ആയിരുന്നു. അത് ഒമ്പതാമത്തേൻ്റെ ആൻസർ വരുന്നത് മധുറുദു. ആരാണ് ബൂലീസി വന്നത് എന്നുള്ളതായിരുന്നു. മധുറുദു ആണ്. ഇനി പത്താമത്തേൻ്റെ ആൻസർ സൂഖേ തിൻകോക്കോ ചാട് ഗണ്ട് കെ ചിർ പത്തച്ചിടമേ ബാഗ് ജാനാ ഹേ. ഇനി 11ാമത്തത് ടിപ്പണിയാണ്. കവിതേൻ്റെ മധുറുദു കവിതേൻ്റെ ടിപ്പണിയാണ്. അപ്പോൾ ഫസ്റ്റ് മധുറുദു എഴുതിയ ജയശങ്കർ പ്രസാദിനെ പറ്റിയിട്ട്, ജയശങ്കർ പ്രസാദിനെ കുറിച്ചിട്ട് കുറച്ച് പിന്നെ ഒന്ന് വിവരിക്കുക. എന്നിട്ട് ഈ കവിതേനെ പറ്റിയിട്ട് ഒരു ജസ്റ്റ് ഒരു എന്താണ് ഇതിൽ പറയുന്നതെന്ന് എഴുതുക. ഒരു മെയിനായിട്ടുള്ള ഒരു തീം പോലെ അത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് പാരഗ്രാഫിൽ വിവരിച്ചിട്ട് എഴുതുക. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ അഭിപ്രായം ഈ ഒരു കവിതേനെ പറ്റിയിട്ട് അതെല്ലാം കൊടുത്താൽ നല്ല ടിപ്പണിയാവും. അത് മാർക്ക് ഇൻക്രീസ് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരമാവും. അപ്പോൾ അങ്ങനെ എഴുതാൻ ശ്രമിക്കുക. ഇനി ഇംപ്രൂവ്മെൻറ്റ് എഴുതുന്നവരെല്ലാം. ഇനി 12ാമത്തത് ജീവൻ വൃത്താണ്, രാംധാരി സിംഗ് ദിനകറിൻ്റെ. ഇത് ഫസ്റ്റ് ഒരു ബോക്സിൽ എഴുതിയാൽ നല്ലതായിരിക്കും. പിന്നെ ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുമ്പോൾ ഇവരുടെ പേരെന്നെ കൊടുക്കുക, രാംധാരി സിംഗ് ദിനകർ എന്ന് പറഞ്ഞിട്ട്. ഇനി ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു ബോക്സ് വരച്ചിട്ട് അവരെ പേരിൻ്റെ അടുത്ത് തന്നെ ജന്മവും മൃത്യുവും ആ ഒരു വർഷം ഉണ്ടല്ലോ അത് കൊടുക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി നല്ല അട്രാക്റ്റീവ് ആവും. അപ്പോൾ നിങ്ങളുടെ മാർക്ക് കൂടാൻ നല്ലതാണ്. 13ാമത്തത് ദോഹ അല്ലേ, അതിൻ്റെ ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് എന്താണ് ഇതിൽ പറയുന്നതെന്നുള്ളതാണ് എഴുതേണ്ടത്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ ഇത് എഴുതിയത് ദോഹ എഴുതിയത് കബീർ ദാസ്. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റിയിട്ട് ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പോലെ കൊടുക്കുക. എന്നിട്ട് ഈ കവിതേൻ്റെ ദോഹേൻ്റെ ഈ ഒരു ഭാഗം വിവരിച്ചിട്ട് എഴുതിയാൽ തന്നെ മതി.
ഇനി അടുത്തത് ബീർബൽ സിംഹിനെ പറ്റിയിട്ടുള്ള ഒരു ടിപ്പണിയാണ്, അതായത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് പോലെ അല്ലേ. അപ്പോൾ അത് എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് റിക്ഷാവാല മൃത്യു കി ഖബർ ദേന, അസ്ലം രാസ്തേ മേം ദം തോട് ദേന, യാത്രി റിക്ഷേ സെ ഉതർ കർ ചലന, ഡോക്ടർ റിക്ഷ ചലാനെ സെ മന കർണ. 16ാമത്തേൻ്റെത് വൃദ്ധ സമ്രാന്ത മഹിള റെയിൽ ഗാഡി സെ സഫർ കർ രഹി തി. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പല്ലവ് കരയും എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഒരു ലൈൻ തന്നിട്ടുണ്ടാവും, അതിലേക്ക് ഈ ഒരു ഓപ്ഷൻ പോലെ തന്ന വൃദ്ധ റെയിൽ ഗാഡീസെ ഈ ഒരു വാക്ക് അതിലേക്ക് ഉൾപ്പെടുത്താനാണ്. അപ്പോൾ കറക്റ്റായിട്ടും ഇങ്ങനെയാണ് വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് വ്യത്യാസമായിട്ട് ചെയ്തെങ്കിലും ആ ഒരു അർത്ഥം കറക്റ്റാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി 17ാമത്തേൻ്റെ ആൻസർ വരുന്നത് छोटा भाई अपने अपराध के लिए क्षमा मांगने में असफल रहा क्योंकि अब तो माम और पिताजी नहीं है, बड़े भाई को वह घटना याद ही नहीं. ഇനി സംക്ഷേപണമാണ്, അതായത് ഈടെ തന്നിട്ടുള്ള ഈ ഒരു പാരഗ്രാഫ് ചുരുക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഇതാ ചുരുക്കിയിട്ട് ഇതിലത്തെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം മാത്രം ചുരുക്കി എഴുതിയാൽ മതി. ഹെഡിങ് ആണെങ്കിൽ അപരാധം തന്നെ കൊടുക്കാം, ഇല്ലെങ്കിൽ ചോട്ടാബായിൻ്റെ കാര്യമല്ലേ, അപ്പോൾ ചോട്ടാബായി എന്ന് കൊടുക്കാം. എന്തും നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം. അത് കറക്റ്റ് അതിൻ്റെ ഒരു അർത്ഥത്തിന് വന്നാൽ മതി ആ ഒരു പാരഗ്രാഫിൻ്റെ. ഇനി 19ാമത്തേത് നൗജവാനും അതേപോലെ നൗജവാൻ്റെ മിത്രത്തിൻ്റെ, അതായത് കൂട്ടുകാരൻ്റെ കൂടെയുള്ള ഒരു കോൺവെർസേഷനാണ് ബാത്ചീത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നല്ല രസമായിട്ട് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇതിലുള്ള പോയിൻറ്റ്സ് തന്നെ നമുക്ക് ജസ്റ്റ് മാറ്റിയാൽ തന്നെ കുറേ കോൺവെർസേഷന് വേണ്ടിയിട്ടുള്ള പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ അത് എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇനി 20ാമത്തേത് പോസ്റ്ററാണ്. അത് ഇതിൽ തന്നെ കൊടുത്ത പോയിൻ്റ് തന്നെ. പിന്നെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ടായത് ഉദ്ഘാടൻ സ്കൂൾ പ്രാചാര്യ തന്നെ തന്നിട്ടുണ്ട്, അപ്പോൾ അത് ഉൾപ്പെടുത്താൻ നോക്കണമായിരുന്നു. അത് പ്രശ്നമില്ല, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ബോക്സ് എല്ലാം വരച്ചിട്ട് എഴുതാമെന്നേ ഉള്ളൂ. പോസ്റ്റർ നിങ്ങൾക്കെല്ലാം അറിയുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തത് 21ാമത്തേത് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളതാണ്. ഇംഗ്ലീഷ് തന്നിട്ടുണ്ടാവും നമുക്കൊരു കോൺവെർസേഷൻ പോലെ, അത് ഹിന്ദിയിലേക്ക് ആക്കണം. അപ്പോൾ ഫാദർ ഹേ ഹൗ വാസ് യുവർ ഡേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പിത അരി തേരെ ദിൻ കൈസേത. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ ചോദിച്ചെങ്കിലും പ്രശ്നമൊന്നുമില്ല, കറക്റ്റ് മീനിങ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും മാർക്ക് കിട്ടും. ഇനി ഡോട്ടർ ഗുഡ് ഗോട്ട് എ ഗ്രേഡ് ഓൺ മൈ മാത്സ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അച്ഛാ ഗണിത പരീക്ഷാമേം എ ഗ്രേഡ് മില. ഫാദർ ഓസം മൈ ഡിയർ എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ പിത ബഹുത് ബഡിയ, അത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓസം എന്നുള്ളതിൻ്റെ മീനിങ് ഹിന്ദിയിലുള്ള എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാത്സ് ടെസ്റ്റ് ഗണിത പരീക്ഷ എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോട്ടർ താങ്ക്സ് ഡാഡ്. അപ്പോൾ ബേട്ടി ശുക്രിയ ബാപ്പ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഫാദർ ലവ് യു എന്ന് പറയുന്നത്. അപ്പോൾ പിത തുജ്സെ പ്യാർ ഹേ അങ്ങനെ പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുന്നു. കാര്യം ഏത് ഭാഷയിലും നിങ്ങൾക്ക് ഈ ഒരു വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഡോട്ടർ ലവ് യു ടു ഡാഡ്. ബേട്ടി ആപ്സേ ബി ബാപ്പ്. ബാപ്പ് എന്നുള്ളത് ഡാഡ്. ഓക്കെ, ഇനി 22ാമത്തേതാണ് ദിലീപിൻ്റെ ഡയറി എഴുതാനാണ്. അപ്പോൾ അതും നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടാവും. ആ ഒരു കഥ അറിഞ്ഞാൽ തന്നെ കുറച്ച് എക്സ്പ്രഷൻസ് എല്ലാം ആഡ് ആക്കിയിട്ട് നമുക്ക് ഈ ഒരു ഡയറി ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതാൻ പറ്റും. ഇനി 23ാമത്തേതാണ്. അത് സൂചന അധികാർ പത്രമാണ്. അത് ഇതിൽ തന്നെ പേരും അഡ്രസ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡൗറി സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ളതാണ് പിന്നെ കാര്യങ്ങൾ അറിയേണ്ടത്. അപ്പോൾ അത് ആ ഒരു പാറ്റേൺ കറക്റ്റ് ആക്കിയിട്ട് ഇതിലത്തെ എല്ലാം ഉൾപ്പെടുത്തിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും.
ഇനി 24-ാമത്തത് അല്ലേ, ഇത് വിജ്ഞാപനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ചോക്ലേറ്റിൻ്റെ ആയിരുന്നു പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റിൻ്റെ ചിത്രമെല്ലാം വരച്ചിട്ട് ബ്യൂട്ടിഫുൾ ആക്കാം. ഒരു കുട്ടിയും ചോക്ലേറ്റും പിടിച്ചിട്ട് നിൽക്കുന്നതെല്ലാം വരച്ചിട്ട് അടിപൊളിയാക്കാവുന്നതാണ്. പിന്നെ ഇതിൽ തന്നെ പോയിൻറ്റ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു വിജ്ഞാപൻ, അതായത് ഒരു പരസ്യം കൊടുക്കുന്നില്ലേ അതേപോലെ തന്നെ ഒരു പോസ്റ്റർ രീതിയിൽ എഴുതുന്നേ ഉള്ളൂ. 25-ാമത്തത് ഫിലിമി സമീക്ഷ. ഇത് പിന്നെ ക്രിസ്മസ് എക്സാമിനും എല്ലാം ചോദിച്ച മോഡലിനും ചോദിച്ചു തന്നെയാണ്. അപ്പോൾ അതന്നെ നിങ്ങൾക്ക് എഴുതി വെച്ചാൽ കിട്ടും. എല്ലാ പിന്നെ എക്സാമിലുണ്ടായതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. ഇനി 26-ാമത്തത് ഇതിൽ നിന്ന് തന്നെ എടുത്ത് എഴുതേണ്ടതാണ്. സിമ്പല്, സങ്കേത്, നെക്സ്റ്റ് സ്റ്റെപ്പ് അകലാചരൺ, ഇൻപുട്ട് അന്തർപത്, സെർച്ച്, ഗോജ്, ഇനി പബ്ലിക്, സാർവജനിക്, ചാറ്റ്, ബാച്ചിത്, എഡിറ്റിംഗ്, ഇക്ഷൻ, പ്രോസസ്സ്, പ്രക്രിയ. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.